അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുന്ദരമായ നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി നാം ഈ വിഷയവുമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ നാമങ്ങളായി ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള പദങ്ങളിലും ആശയങ്ങളിലും പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത്. അസ്മാഉള്ള എന്നുള്ളത് തൗഫീഖിയയാണ്. അത് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ ഒരു വിഷയമാണ്. തൗഫീഖിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു തനിക്ക് വച്ച പേരുകൊണ്ടും അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരീകരിച്ച പേരും കൊണ്ട് മാത്രമേ അള്ളാഹുവിന് പേര് വെക്കാവൂ. ബുദ്ധിക്ക് അതിൽ യാതൊരു സ്ഥാനവുമില്ല തന്നെ. അള്ളാഹു തനിക്ക് സ്വീകരിക്കാത്ത പേരുകൊണ്ട് അള്ളാഹുവിന് പേര് വെക്കലും അള്ളാഹു അവന് പേര് വെച്ച പേര് നിഷേധിക്കലും അവനോട് ചെയ്യുന്ന അന്യായമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽമ് ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോവരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മഹാനായ ഇബ്നു ഹസം റഹിമഹുള്ള പറയുകയുണ്ടായി, അള്ളാഹു തനിക്ക് വച്ച പേരുകൊണ്ടും തന്നെക്കുറിച്ച് പ്രസ്താവിച്ചതുകൊണ്ടുമല്ലാതെ അവന് പേര് വയ്ക്കൽ അനുവദനീയമായ കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വസ്സമാഅ ബനൈനാഹ ബിഐദിൻ വ ഇന്നാ ലമൂസിഊൻ. ആകാശമാകട്ടെ നാം അതിനെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ കരങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു. തീർച്ചയായും ഞാൻ വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്സമാഅ ബനൈനാഹ, അല്ലാഹു ആകാശങ്ങളെ കരങ്ങളാൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ബന്നാ, നിർമ്മാതാവ് എന്ന പേര് നൽകൽ ഒരിക്കലും അനുവദനീയമല്ലാത്ത കാര്യമാകുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സസ്യലതാദികൾക്കും ജീവജാലങ്ങൾക്കും വർണ്ണങ്ങൾ പടച്ചിട്ടുണ്ട് എന്ന്, അവനാണ് വർണ്ണങ്ങൾ നൽകിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സിബ്അത്തുല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്അ. അള്ളാഹു ആണ് വർണ്ണം നൽകിയത്. അള്ളാഹുവിനേക്കാൾ ഏറ്റവും നല്ല വർണ്ണം നൽകുന്നവൻ ആരുണ്ട്? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് സ്വബ്ബാ, വർണ്ണം നൽകുന്നവൻ എന്നൊരു പേര് വെക്കൽ അനുവദനീയമല്ല. കാരണം അള്ളാഹു സ്വന്തത്തിന് അങ്ങനെ ആ നാമം സ്വീകരിച്ചിട്ടില്ല. അതുപോലെ ആളുകൾക്കിടയിൽ ധാരാളം വാക്കുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ടതാണ് എന്ന പേരിൽ പ്രചരിച്ചിട്ടുണ്ട്. അവയിൽ പലതും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ലാത്ത, യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. അത്തരം നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും പാടില്ലാത്തതാകുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട നാമങ്ങളാണ് റഷീദ്, സത്താർ, നാസിർ എന്നുള്ളവ. ഇതൊന്നും അള്ളാഹുവോ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവിൻ്റെ നാമങ്ങളായി പഠിപ്പിക്കാത്തതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നാം തിരിച്ചറിയുകയും അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് മാത്രമേ അള്ളാഹുവിനെ നാം വിശേഷിപ്പിക്കുകയും അവനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ തൗഫീഖിയയാണ് എന്ന് നാം പറയാൻ കാരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.